ശ്രീ ഷാഫി ചാലിയം, കേരളത്തിൽ UDF-ന് ഭൂരിപക്ഷം കിട്ടിയപ്പോഴൊക്കെ കോൺഗ്രസിനായിരുന്നു കൂടുതൽ സീറ്റുകൾ. രണ്ടാമത്തെ വലിയ ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. ഇനി 2026-ൽ UDF-നാണ് ഭൂരിപക്ഷം കിട്ടുന്നത് എങ്കിൽ ഒരു പ്രസംഷനാണ്, അവിടെയും കോൺഗ്രസിനായിരിക്കും കൂടുതൽ നമ്പേഴ്സ്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ പ്രതിനിധി മുഖ്യമന്ത്രിയാവും. ഇതാണ് നടക്കേണ്ടത്, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെയും മുസ്ലിം ലീഗിന്റെ ശക്തി അനുസരിച്ച് മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി പദം ന്യായമായും ക്ലെയിം ചെയ്യാമല്ലോ. നിങ്ങളത് ക്ലെയിം ചെയ്യാതിരിക്കുന്നത് ആരെ പേടിച്ചാണ്? ഇവിടെ നമ്മുടെ സഹപാനലിസ്റ്റുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കാം. ഈ സഹപാനലിസ്റ്റുകളൊക്കെ സംസാരിച്ച് പോയത് രീതി, അതിലൊക്കെ ചില പന്തികേടുകളുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങളുടെ ഒരു കമൻ്റ് ഒരു റിപ്ലൈ, അതായത് ഒരു ആക്ഷനോടുള്ള റിയാക്ഷൻ, അതായിരുന്നു ഇപ്പോൾ നമുക്ക് ചർച്ചക്കിടയായ കാരണം. അപ്പോൾ ഈ സാദിഖലി തങ്ങൾ തന്നെ വളരെ ശക്തമായി പറഞ്ഞിട്ടൊരു വാക്കുകൂടുണ്ട്. ആ വാക്ക് വിസ്മരിച്ചുകൊണ്ട് ഈ ചർച്ച നിങ്ങൾ മുന്നോട്ട് പോകരുത്. കോൺഗ്രസിൻ്റെ മുന്നേ നടക്കാനല്ല, കോൺഗ്രസിനെ മുന്നിൽ നിർത്താനാണ് ലീഗിൻ്റെ ആഗ്രഹം. അഭിലാഷ് കേട്ടിട്ടില്ലേ? അത് കോൺഗ്രസിൻ്റെ മുന്നിൽ പോയി നടക്കാനല്ല, കോൺഗ്രസിൻ്റെ പിന്നിൽ പോയി നിൽക്കാനും കോൺഗ്രസിനെ മുന്നിൽ നിർത്താനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നത് അനവധി തവണ സാദിഖലി തങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടതും കൂടി ഈ ചർച്ച നയിക്കുമ്പോൾ അഭിലാഷ് അതിനോട് ചേർത്ത് വായിക്കണം. ഒരിക്കലും ഞങ്ങൾ ഡിമാൻഡ് ചെയ്ത കേസല്ല. പിന്നെ ജോർജ് സാർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ജേക്കബ് ജോർജ് സാറ് ഉപമുഖ്യമന്ത്രി പദവി UDF-ൻ്റെ ലെഡ്ജറിൽ എന്നോ ലീഗിലേക്ക് വരവ് വെച്ചതാണ്. പോയി ചോദിക്കേണ്ട ആവശ്യമില്ല, എടുത്താൽ മതി. PK കുഞ്ഞാലിക്കുട്ടി അത് എടുത്തില്ല. അവിടെയാണ് പ്രശ്നം. അവിടെ ഞങ്ങൾ അക്കൗണ്ട് തന്നെ ഉണ്ട്. അതിങ്ങനെ ഇനി ഒരു ഡിമാൻഡായിട്ട്, എന്ത് ഡിമാൻഡ്? ഞങ്ങൾക്ക് വരവ് വെച്ച സാധനമല്ല അത്. ഞങ്ങളിൽ നിന്ന് അത് വേണമെന്നോ തിരിച്ചു തരണമെന്നോ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഞങ്ങളെ പാർട്ടി നേതാക്കന്മാർക്കൊക്കെ ഒരു സ്റ്റൈലുണ്ട്, നിങ്ങൾക്ക് അറിയുന്നതല്ലേ. PK കുഞ്ഞാലിക്കുട്ടി വരുന്ന സമയത്ത് സീനിയറായ നേതാക്കൾ, ഇപ്പോൾ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എടുക്കൂ. ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ 2-3 ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പവർ ഷെയറിംഗിന് BJP മുഖ്യമന്ത്രിയാവുന്നു എന്ന് തീരുമാനിക്കുമ്പം മറ്റ് പ്രധാന ഘടകകക്ഷി നേതാക്കൾക്ക് ഓഫർ ചെയ്യുന്നത് ഉപമുഖ്യമന്ത്രി പദമാണ്. അപ്പോൾ ഉപമുഖ്യമന്ത്രി പദം എന്ന് പറഞ്ഞാൽ ലോകത്തില്ലാത്ത കാര്യമൊന്നുമല്ല. അപ്പോൾ മുസ്ലിം ലീഗിന് ഇവിടെ കിട്ടേണ്ട അല്ലെങ്കിൽ കിട്ടാവുന്ന ഉപമുഖ്യമന്ത്രി പദം വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്താണ് ഭാവിക്കാൻ ശ്രമിക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്? ഞങ്ങൾ അത്യാഗ്രഹമൊന്നുമില്ല, ഞങ്ങൾക്ക് 4 മന്ത്രിമാർ മാത്രം മതിയേ, ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി ഒന്നും വേണ്ട എന്ന് ആരെയാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഉപമുഖ്യമന്ത്രി ആയാൽ എന്താ കുഞ്ഞാലിക്കുട്ടിക്ക്? അവിടെയാണ് കുഴപ്പം. അഭിലാഷ് ലീഗിനെ കുറേ കൂടി ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. 1951 കാലഘട്ടം ഓർമ്മയുണ്ടോ? ലീഗ് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യമായി അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അന്ന് നമ്മൾ മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് മലബാർ. അന്ന് ഞങ്ങൾ ഒറ്റക്ക് മത്സരിച്ച് ഞങ്ങൾ 5 സീറ്റ് മദ്രാസ് നിയമസഭയിൽ ജയിച്ചു. ഒരു സീറ്റ് B പോക്കർ സാഹിബ് ആദ്യത്തെ ലോക്സഭയിലേക്കും ജയിച്ചു. അന്ന് ഞങ്ങൾ 5 സീറ്റ് ജയിക്കുമ്പോൾ മദ്രാസിൽ ഒരു ഹങ്ക് പാർലമെൻറ്റാണ്, ഒരു ഹങ്ക് അസംബ്ലിയാണ്. ആർക്കും ഭൂരിപക്ഷമില്ല. മുസ്ലിം ലീഗിൻ്റെ ഈ 5 പേർ ആരെ പിന്തുണയ്ക്കുന്നു അവർക്ക് വോട്ട് ചെയ്യാം, അവർക്ക് ഭരണകൂടം ഉണ്ടാക്കാം. അന്ന് സോഷ്യലിസ്റ്റുകൾക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, കോൺഗ്രസ്സിന് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈ 5 പിന്തുണ ചോദിച്ച് 3 പാർട്ടികളും ലീഗിനെ സമീപിച്ചു. പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ മുഴുവൻ പാണക്കാട് പൂക്കോയത്തങ്ങളെ വരെ ജയിലിൽ പിടിച്ചിട്ട പാർട്ടിയാണ് കോൺഗ്രസ്. മുഖാമുഖം കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്ന കാലഘട്ടം. എന്നിട്ട് പോലും ഈ 5 പേരുടെ പിന്തുണ ചോദിച്ച് എല്ലാവരും വന്നു. 5 പേരെയും മന്ത്രിയാക്കി തരാമെന്ന് പറഞ്ഞു. അഭിലാഷേ, ജേക്കബ് ജോർജ് സാറേ, 5-ാം മന്ത്രിയല്ല, 5 പേരെയും മന്ത്രിയാക്കി തരാമെന്ന് പറഞ്ഞു. ആവശ്യമുള്ള രാജ്യസഭാ സീറ്റ് തുടങ്ങിയ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമുണ്ടായി. ലീഗ് അതൊന്നും സ്വീകരിച്ചില്ല. ലീഗ് അന്ന് ഒരു വറുതി ഉണ്ടായിരുന്നു. അന്ന് മണ്ണെണ്ണ ക്ഷാമമായിരുന്നു. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ ആ കാലഘട്ടം. മദ്രാസിലേക്ക് മണ്ണെണ്ണ വന്ന കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിപ്പോയി. നാടാകെ ഇരുട്ടില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ സ്വാധീനമുള്ള ഒരു ഗവൺമെൻറ് മദ്രാസിൽ വരണം. അതുകൊണ്ട് നിരുപാധികം ഞങ്ങൾ ഒരു മന്ത്രിസ്ഥാനം വാങ്ങാതെ രാജാജി ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്ത പാർട്ടിയാണ് ലീഗ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് ചോദിച്ചാലും കിട്ടുമായിരുന്നു. ലീഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള പാർട്ടിയാണ്. ഉപമുഖ്യമന്ത്രി പദം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, അത് ലീഗിലേക്ക് തന്നതാ. ഇനി ചോദിച്ചു വാങ്ങേണ്ടതില്ല.
ഉപമുഖ്യമന്ത്രിയായി ലീഗ് നേതാക്കൾ ഇരുന്നിട്ടുണ്ടല്ലോ. ലീഡർഷിപ്പ് അപ്പോ അന്ന് പറഞ്ഞു credibility പൂർത്തിയാക്കട്ടെ പോയോ? അഭിലാഷ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ നിങ്ങളെ ഇല്ലല്ല ഞാൻ അല്ല അഭിലാഷിന്റെ ചോദ്യത്തിന് ഒരു മുനയുണ്ട് ആ മുനയിലേക്ക് ഞാൻ വരിക അതിന് മുമ്പ് നിങ്ങൾ പിന്നെ തർക്കമുണ്ടാക്കല്ലേ. അതായത് ലീഗിനെ നിങ്ങൾ ഈ മറ്റു ഈ വക്ക് പൊട്ടിയ കണ പൊട്ടിയ പാർട്ടികളെ കൂടെ നിങ്ങൾ ലീഗിനെ എണ്ണരുത്. ലീഗ് എടുക്കേണ്ടതേ എടുക്കൂ. പിന്നെ ജേക്കബ് ജോർജ് സാറോട് വാക്ക് പറഞ്ഞു 5-ാം മന്ത്രി. എന്താ 5 മന്ത്രി? ഈ 5 മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി കൂടി എന്താ ഇവിടെ കുഴപ്പം വരാൻ പോകുന്നത്? UDF മിനിസ്ട്രിയിൽ മറ്റു ഇതര കമ്മ്യൂണിറ്റിയിൽ വന്ന മന്ത്രിമാരുടെ എണ്ണം നിങ്ങൾക്കറിയല്ലോ. ലീഗ് അതും വെച്ച് എന്തേ കുഴപ്പമുണ്ടാക്കാറുണ്ടോ? ഇപ്പോൾ ചോദിക്കട്ടെ, ഇടതുപക്ഷ മന്ത്രിസഭയിൽ ആരാളുള്ളത്? ഒരു മുസ്ലിങ്ങൾക്ക് എത്ര മന്ത്രിയാളുള്ളത്? ഏതെങ്കിലും മുസ്ലിം മതസംഘടനകളോ ലീഗോ അതൊരു വിഷയമാക്കി എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ഈ മതത്തിൻ്റെ ദർപ്പണം വെച്ച് രാഷ്ട്രീയത്തെ കൂട്ടിക്കൊടുക്കാറില്ല, മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ 5-ാം മന്ത്രി എന്നൊക്കെ ഈ പഴകി പൊളിച്ച ഈ സാധനം ഉണ്ടല്ലോ, ഈ തത്തമ്മയെ പൂച്ച അത് ജേക്കബ് ജോർജ് സാർ ഒന്ന് നിർത്തി. ഇനിയും അത് കുഴപ്പമുണ്ടേ ആർക്കോ കുഴപ്പമുണ്ടാക്കി എല്ലാ ഈ 2 ഗവൺമെന്റ് വരുമ്പോൾ സാമുദായിക പ്രാതിനിധ്യം ഇവിടുത്തെ ചോദ്യം ഒരു കുഴപ്പമുണ്ടായില്ല. UDF-ന്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ ലീഗ് 5 എണ്ണല്ല 10 എണ്ണത്തിന് അർഹത ഉണ്ട്. ലീഗ് അങ്ങനെ വാങ്ങാറില്ല. നിങ്ങൾ നോക്കൂ, ലോക്സഭാ സീറ്റ് ലോക്സഭയിൽ CPI മത്സരിക്കുന്ന സീറ്റിൽ പോലും ലീഗും CPI മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം പോലും ലീഗിന് കിട്ടാറില്ല. ലീഗ് എന്താ പരിഭവപ്പെടാറുണ്ടോ? കലഹം ഉണ്ടാക്കാറുണ്ടോ? ഒരു മുന്നണിയിൽ ഒരു പാർട്ടി എങ്ങനെ നിൽക്കണം എന്നുള്ളത് ലീഗിനെ കണ്ടു പഠിക്കണം എല്ലാവരും, മനസ്സിലാക്കണം. ശരി, ഓക്കെ, എനിക്കൊരു ഇടവേള വേണം. ആ കാര്യത്തിൽ അങ്ങനെയാണ് ഞങ്ങളുടെ നിലപാട്. ശരി.